ആയുർവേദ ചികിത്സയുടെ മറവിൽ തിരുവനന്തപുരം പെരുങ്കടവിളയിൽ ലഹരി പിടിപ്പിക്കുന്ന അരിഷ്ട കച്ചവടം നടത്തിയ സ്ഥാപനത്തിന്റെ ഡോക്ടർ അറസ്റ്റിലായിട്ടുണ്ട്. ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയത്തിലെ ഡോക്ടർ കേശവൻകുട്ടിയെയാണ് അമരവിള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അരിഷ്ടം നിറച്ച ബോട്ടിലുകൾ പൊട്ടിച്ചു കുടിക്കുന്ന നിരവധി പേരുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. ഡോക്ടർ കേശവൻകുട്ടിയാണോ ഈ നിന്നടിക്കേണ്ട അരിഷ്ടം നിർമ്മിക്കുകയും ഇവിടേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്? അദ്ദേഹത്തിന്റെ ലൈസൻസിയുടെ മറവിലായിരുന്നോ അവിടെ തങ്കരാജന്റെ കച്ചവടം? ഗുഡ് ഈവനിങ് സുജയ. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദൃശ്യം വാർത്തയൊക്കെ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അവിടെ എത്തുകയും ഈ 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരുന്നു. അതിൽ ഈ കട ഉടമയെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തങ്കരാജ്, കടയിലെ സ്റ്റാഫ് അനീഷ് അടക്കമുള്ളവരെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ഈ ഡോക്ടർ അന്ന് ഈ തിരച്ചിൽ നടന്നുകൊണ്ടായിരിക്കാം ആ ദിവസം ഇദ്ദേഹം ആശുപത്രിയിൽ വന്നിരുന്നില്ല. പ്രധാനമായും ഈ പഞ്ചകർമ്മ ചികിത്സാലയത്തിന്റെ മറവിൽ ഇത്തരത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഈ അരിഷ്ട കച്ചവടം അവിടെ തകൃതിയായിട്ട് നടന്നു വന്നിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ഇന്നിപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ ഡോക്ടർ കേശവൻകുട്ടിയുടെ പേരിലായിരുന്നു ശരിക്കും ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് പ്രവർത്തിച്ചിരുന്നത്. ശക്തി ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഒറ്റശേരമംഗലത്ത് പ്രവർത്തിച്ചു വന്നിരുന്നു. ഈ ഒറ്റശേരമംഗലത്താണ് ഇത്തരത്തിൽ ഈ ആൽക്കഹോൾ അമിതമായി ചേർത്തുകൊണ്ട് ഈ അരിഷ്ടം നിർമ്മിച്ചു വന്നിരുന്നത്. അവിടെ നിന്നുമാണ് ശരിക്കും ഈ പെരുങ്കടവിള പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഈ നാട്ടുകാർക്കൊക്കെ ഇത് വിൽപ്പന നടത്തി വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡോക്ടറിനെ ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പ്രതി ചേർത്ത് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഈ ഡോക്ടറെയും ഏറ്റവും ഒടുവിൽ അമരവിള എക്സൈസ് ആണ് ഇപ്പോൾ എക്സൈസ് ഓഫീസർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആയുർവേദ ചികിത്സയ്ക്കായി. അപ്പോൾ ഈ ഡോക്ടർമാരുടെയൊക്കെ പേര് മാത്രമേ ഉള്ളൂ, അതോ ശരിക്കും ആ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ ജോലി ചെയ്തവരാണോ? സുജയ, ഇത് പൂർണ്ണമായിട്ടും ഒരു തട്ടിപ്പാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ബോധ്യമായത്. കാരണം ഈ സ്ഥാപനം തന്നെ അന്ന് തങ്കരാജ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അല്ല എന്നുള്ളതാണ് അന്ന് അദ്ദേഹം ഈ എക്സൈസ് സംഘത്തിനോടും സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാനോടൊക്കെ വ്യക്തമാക്കിയത്. പക്ഷെ അതൊന്നുമല്ല, ഇത് ഈ പെരുങ്കടവിള CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ തങ്കരാജിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. അവിടുത്തെ ഒരു ഡോക്ടർ മാത്രമാണ് ഈ ഡോക്ടർ കേശവൻകുട്ടി. പല ഡോക്ടർമാരും, പ്രത്യേകിച്ചും തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ റിട്ടയർ ആയിട്ടുള്ള പല ഡോക്ടർമാരുടെയും പേരുകൾ നമ്മൾ അവിടെ കണ്ടിരുന്നു. 2 ഡോക്ടർമാർ തിരുവനന്തപുരം ആയുർവേദിക് കോളേജിലുള്ള ഡോക്ടർമാരാണ്. അങ്ങനെയുള്ള ഡോക്ടർമാർ നിലവിലുണ്ടോ എന്നുള്ളത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിൽ പിന്നാലെ ഈ 2 അരിഷ്ടങ്ങൾ, പ്രധാനമായും പിപ്പല്ലസീവ മുക്ത അരിഷ്ടം, ഇത്തരത്തിൽ 2 അരിഷ്ടം അന്ന് തന്നെ എക്സൈസ് സംഘം പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ ലാബിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ ഷാജഹാൻ സാർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചികിത്സാലയത്തിലെ ഡോക്ടർ കേശവൻകുട്ടി കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺ സോളമനും തിരുവനന്തപുരത്തെ വാർത്താ സംഘവും പുറത്തു കൊണ്ടുവന്നതാണ്. അരിഷ്ടത്തിന്റെ മറവിൽ, അരിഷ്ടമാണെന്ന വ്യാജേന ലഹരി പടർത്തുന്ന പെരുങ്കടവിളയിലെ ആ കള്ളക്കച്ചവടം.